ഹലോ നമസ്കാരം. അങ്ങനെ നമ്മളെ നാട്ടിലെ പൂരമാണ് കേട്ടോ. പാണ്ടിക്കാട് തമ്പാനങ്ങാടി കരിങ്കാളികാവ് ക്ഷേത്രത്തിൻ്റെ പൂരമാണ്. 31-ാം തീയതിയാണ് ലാസ്റ്റ് ദിവസം. 5 ആനയും ലക്ഷക്കണക്കിന് ജനങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു പൂരമാണ്. കച്ചവടക്കാർ, മുട്ടായി കച്ചവടക്കാർ, ജിലേബി കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 4-5 ദിവസം ഇവിടെ ഭയങ്കര ജനങ്ങളായിരിക്കും. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പരിപാടികളുണ്ട്. ഗാനമേള, പിന്നെ നാടൻപാട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെയാണ് ഇത്. പാണ്ടിക്കാട് തമ്പാനങ്ങാടിയാണ് ഇത് ലൊക്കേഷൻ. കരിങ്കാളികാവ് ക്ഷേത്രം എന്ന് പറയും. ഇപ്പോൾ രാത്രിയാണ്. അപ്പോൾ ക്യാമറയിൽ വലിയൊരു ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ നാട്ടിലെ യൂത്തന്മാരാണ് ഇരിക്കുന്നത്. ഞാനേ ഒരു ഹായൊക്കെ പറയാങ്ങായി. അപ്പോൾ നമ്മളെ ആൾക്കാരാണ് ഇതൊക്കെ കേട്ടോ. നമ്മൾ സബ്സ്ക്രൈബേഴ്സാണ് ഫുള്ള്. എല്ലാവരും ചെയ്തിട്ടില്ലടാ, അല്ലേ വെട്ടിക്കൊല്ലും ഞങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ വെൽക്കം ബോർഡാണിത്. പിന്നെ തമ്പാനങ്ങാടിയിൽ ഇതുപോലെ വേറൊരു പരിപാടി ഉണ്ട്. അവിടെ ആനക്ക് നിൽക്കാനും എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങനെ തമ്പാനങ്ങാടി ഒരേ ലൈറ്റാണ്. അപ്പോൾ പൂരത്തിന് ഇവിടെ നാട്ടിലുള്ളവർ വീഡിയോ കാണുന്നവരൊക്കെ വരിക. 31-ാം തീയതിയാണ് ലാസ്റ്റ്, ന്യൂ ഇയറിൻ്റെ അന്ന് ലാസ്റ്റ് ദിവസമാണ്. അന്നാണ് എല്ലാ പരിപാടികളും ഉണ്ടാകുക. അന്നാണ് എല്ലാ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടാകും അന്ന്. ഇവിടെ ആകെ റോഡെല്ലാം ബ്ലോക്കാക്കും. അതിവിടെ 3 മണിക്ക് റോഡ്, 2 മണിക്ക് തന്നെ റോഡ് ബ്ലോക്കാക്കും. പിന്നെ വൈകുന്നേരം 7 മണിക്കൊക്കെ 6 മണിക്കൊക്കെ തുറക്കുള്ളൂ. അപ്പോൾ നമ്മളെ ടൗണാണിത്. തമ്പാനങ്ങാടി തങ്ങൾപ്പടി എന്ന് പറയും. അപ്പോൾ നമ്മളെ പൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരിക, പരിപാടി വിജയിപ്പിക്കുക. പിന്നെ അന്ന് ലാസ്റ്റ് ദിവസം ഉച്ചക്ക് അമ്പലത്തിൽ ഭക്ഷണം, അന്നദാനം ഉണ്ടാവും. പായസം, നല്ല അടിപൊളി പായസം, നല്ല സദ്യ ഉണ്ടാവും. 27, 28, 29, 30, 31 വരെയാണ് പരിപാടി. അതിൽ എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ വരും കേട്ടോ. പരിപാടി വിജയിപ്പിക്കുക. ഇന്ന് ഇപ്പോഴത്തെ മാതിരിയല്ല, ഇനി ഇതിലെ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല അന്ന്. അത്രയും കച്ചവടക്കാരും എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വരിക, പരിപാടി വിജയിപ്പിക്കുക, ഗംഭീരമാക്കുക. നമ്മളെ പൂരം അടിപൊളിയാകണം. എന്നിട്ടുണ്ട് കച്ചവടമൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. പാവട്ടെ എന്തായാലും കേട്ടോ. അങ്ങനെ നമ്മളെ പൂരം ചെങ്കൊടി പാറി അല്ലേ. 31-ാം തീയതി ലാസ്റ്റാണ്. എല്ലാവരും പൂരത്തിന് വരിക. തമ്പാനങ്ങാടിയിലാണ്, പാണ്ടിക്കാട് മഞ്ചേരി റോട്ടിൽ കരിങ്കാളികാവ് ക്ഷേത്രത്തിലാണ്. മസാലപ്പൂരിയാണ്. അങ്ങോട്ടൊക്കെ കച്ചവടക്കാരുണ്ട്. അങ്ങോട്ടൊന്നും പോക്ക് നടക്കില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ അങ്ങാടി. അങ്ങനെ നമുക്ക് മൈസൂരിൽ നിന്ന്, മാണ്ടിയിൽ നിന്ന് അരിയാണ്. കൊടുങ്ങല്ലൂർക്കാണ് അരി. കൊടുങ്ങല്ലൂർക്ക് എത്തേണ്ട വാടാനപ്പള്ളിയാണ്. അപ്പോൾ നമ്മൾ അരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാണ്ടിയിലാണുള്ളത്. മാണ്ഡ്യ നമ്മൾ മൈസൂർക്ക് കാലി പോന്നിക്കാണ്. നമുക്ക് നാഗ്പൂരിനോട് 2 പറഞ്ഞതിന് പക്ഷേ 2 ശരിയായില്ല. 2 ക്രിസ്മസിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു കാണ്ട്, പൈസൻ്റെ എന്തോ പ്രശ്നമായി കാണ്ട് നമുക്ക് ആ ലോഡ് സെറ്റായില്ല. അതിന് നമ്മൾ നേരെ മൈസൂർക്ക് കാലി പോന്നു. ഇപ്പോൾ അത് അരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 1650 റുപ്യ ടണ്ണിന് വാടക. 50 രൂപ കയറ്റിനോടത്ത് ലോഡിങ്ങാർക്ക് കൊടുക്കണം ഒരു ടണ്ണിന്. അങ്ങനെ 1250 റുപ്യ നമുക്ക് കയറ്റുകൂലി ഉണ്ട്. 1000 രൂപ ബ്രോക്കർ പൈസ ഉണ്ട്. പിന്നെ ചിലവുകളൊന്നുമില്ല. മൈസൂരിലോട്ട് നാട്ടിൽ ഇറക്ക് പൈസ അല്ല. അതാ പിന്നെ മൈസൂരിലോട്ടിനുള്ള സുഖം. എന്ത് ലോഡ് കയറ്റിയാലും നാട്ടിൽ മൈസൂരിലോട്ടിന് ഇറക്ക് പൈസ അല്ല. അങ്ങനെ നമ്മളിപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 11 അട്ടിയാണ് പിടിക്കുക. 11.5 പിടിക്കും, പക്ഷെ 11 ആക്കും. ഒരട്ടി 50 ചാക്കും. ബാക്കിയെല്ലാം 10 അട്ടിയിൽ 45 ചാക്കും. അങ്ങനെ 450 + 50, 500 ചാക്കാണ് നമുക്ക്. 25 ടണ്ണാണ് ലോഡ്. ഇത് പച്ചേരിയാണ്. വാടാനപ്പള്ളി എന്താ കൊട്ടപ്പുറം അങ്ങനെ എന്താ സ്ഥലം പറയാം. അവിടേക്കാണ് നമ്മളവിടേക്ക് ഫസ്റ്റ് പോവാണ്. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി 26 അടി നീളമാണ്. അപ്പോൾ 26 അടി നീളമുള്ള വണ്ടി 11 അട്ടിയാണ് പിടിക്കുക.
11 അട്ടി പിടിക്കുമ്പോൾ ഒരട്ടിയിൽ 50 ചാക്ക് വെക്കും. ഈ മുന്നിലട്ടിയിൽ 50 വെക്കും, ബാക്കിയെല്ലാം 45 ചാക്ക് വെക്കും. അങ്ങനെ 10 അട്ടി വന്നാൽ 450, ഒരട്ടി 50, അങ്ങനെ 500 ചാക്കാണ് നമുക്ക് കയറ്റാനുള്ളത്. ഇത് പച്ചേരിയാണ്. അപ്പോൾ മുന്നിലട്ടിക്ക് 50 വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇറക്കുമ്പോൾ അതിൻ്റെ മട്ടം പോലെ ആവാനാണ്. ശരിക്കും ബാക്ക് വെയിറ്റ് ആണ് വണ്ടിക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഒരു 5 ചാക്ക് വെച്ചാൽ 250 കിലോ ബാക്ക് വെയിറ്റ് വരുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ആവില്ല. അപ്പോൾ നമുക്ക് അട്ടി ക്ലിയർ ആകാൻ വേണ്ടിയാണ് നമ്മൾ മുന്നട്ടിയിൽ 50 വെക്കും, ബാക്കിയെല്ലാം 45. അങ്ങനെ 500 ചാക്ക് നമുക്ക് കയറ്റണം, 25 ടണ്ണ്. ഇതാണിപ്പോൾ നമ്മൾ കയറ്റിക്കൊണ്ട് നിൽക്കണ അരി. തലീക്ക് വെച്ചുകൊടുക്കുന്നല്ല, എറിഞ്ഞ് കൊടുക്കാണ് അരിയേ. ചാക്ക് നമ്മളടക്കണേലും 4 ആൾ പിടിച്ച് മെല്ലെ സ്പോഞ്ചിൽ വെക്കണേന് വെച്ച് ഇത് ഞങ്ങൾ തലീക്കണ എറിഞ്ഞു കൊടുക്കാണ്. എറിഞ്ഞാൽ കിട്ടിയോ പാഞ്ഞോളണം, വേറെ വർത്താനൊന്നുമില്ല. ഒറ്റ കൊടുക്കലേ ഒറ്റ പാച്ചില്, വേറെ വർത്താനൊന്നുമില്ല. അതാണ് ഇവിടെ നടക്കണത്. ഇപ്പോൾ എത്ര പെട്ടെന്നാ ലോഡിങ് നടക്കണമല്ലോ. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇപ്പം എന്തൊക്കെ കാരണം കുഴങ്ങി ഇരുന്നു, ചായ കുടിച്ചു. മെഷീൻ്റെ സൗണ്ടാണ്, ഭയങ്കര സൗണ്ടാണ്. എന്താ ഇവര് കാണിക്കുന്നതോ? 50 കിലോനായിട്ടാണ് ഈ പരിപാടി. ഇത് കുർള എക്സ്പ്രസ് പോണ മാതിരി മണ്ടടാ, മണ്ട് മണ്ട് മണ്ട്. അങ്ങനെ ബന്ദിപ്പൂരി കാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ കാട് തുറക്കുകയാണ്. 6 മണി 6:10 ആയി. വണ്ടികളിങ്ങനെ വരി വരിക്ക് കയറിക്കൊണ്ട് പോവാണ്. ഇവിടെ ഫോറസ്റ്റിന് 50 റുപ്യ കൊടുക്കണം. ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്കാണ് ഇപ്പോൾ ഇവിടെ. ആദ്യം പൈസ ഡയറക്റ്റ് കൊടുക്കുകയായിരുന്നു, ഇപ്പം അങ്ങനെ നേരെ വീഴുന്നത് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടാണ്. ഫാസ്റ്റ് ട്രാക്കിൽ പൈസ എല്ലാവരും ഫാസ്റ്റ് ട്രാക്ക്, അല്ലാത്തവര് പൈസ ആയിട്ട് കൊടുക്കുക. ചോപ്പ് കാണുന്നതാണ് ഫാസ്റ്റ് ട്രാക്ക്. വർക്ക് ചെയ്തു. 50 റുപ്യയുടെ പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര കാലം ഉറുപ്പ്യ ഒരു ദിവസം വരുന്ന ഇത്ര വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. സഞ്ചാരികൾ, ടൂറിസ്റ്റുകൾ, സായിപ്പന്മാരാണ് നിറച്ച് വണ്ടിയിൽ. കാട്ടുകൂടി പോവും. ഫാമിലി ഉണ്ട് റോട്ടിൽ, ആന ഫാമിലി ഉണ്ട് റോട്ടിൽ. കാട്ടുപോത്തുകളുടെ കൂട്ടമാണ്, കാട്ടുപോത്തുകളുടെ കാട്ടിയാണ്, കാട്ടിക്കൂട്ടം. ഏതോ ഒരു അന്തല്ലാത്താണ് അവിടെ വണ്ടിയൊക്കെ സൈഡാക്കി എത്തിക്കുന്നത്. പിന്നെ വണ്ടിയൊക്കെ ഇപ്പൊ പൊളിച്ചു കാട്ടുപോത്ത്.
പ്രവേശിക്കണമെങ്കിൽ 50 രൂപ ഇവിടെ കൊടുക്കണം. അത് പൈപ്പുമ്പോൾ കാണുന്ന സ്കാനറാണ്. അത് വർക്ക് ചെയ്യാത്തത് പൈസ കൊടുക്കണം. കാട്ടിലൊരു ബോർഡർ, തമിഴ്നാട് കർണാടക ബോർഡർ. അപ്പം നമ്മൾ കർണാടക കഴിഞ്ഞു, തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. ബോർഡറിൽ ഭയങ്കര തിരക്കാണ്, ബോർഡർ പാസ്സാവുന്നില്ല. തൊപ്പൻ വരുന്നുണ്ട്, തൊപ്പൻ. ഇവിടെ കുറച്ച് കുരങ്ങന്മാരുണ്ട്. എല്ലാ വണ്ടിയും നിർത്തിയാലും പാഞ്ഞു കയറുന്നില്ല. ഓരോ വക ചെക്കിങ് ഉണ്ട് കുരങ്ങന്മാർ. അതായിരിക്കണം കല്ലുമ്മ. വണ്ടി നിർത്തിയ അപ്പം വണ്ടി കയറും എല്ലാ കുരങ്ങന്മാരും. എന്നിട്ടൊക്കെ വലിച്ച് പൊളിച്ച് മാന്തി നോക്കി വല്ല കള്ളക്കടത്തുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ വിടുള്ളൂ കുരങ്ങന്മാർ. രാവിലെ തന്നെ നല്ല ട്രാഫിക്കാണ്, നല്ല ബ്ലോക്കാണ്, കട്ട ബ്ലോക്കാണ്. നമ്മളെ സിയാബിന്റെ വണ്ടിയാണ്. ബ്ലോക്കാട്ടോ. കാട്ടിലൊരു നാട്ടാന, മാൻകൂട്ടം. കൊമ്പനാണ്, കൊമ്പൻ, ഒറ്റക്കൊമ്പൻ. ഒറ്റക്കൊമ്പനല്ല, മാൻകൂട്ടം. അങ്ങനെ നാടുകാണി ചുരം ഭയങ്കര ബ്ലോക്കിലാണ്. ടൂറിസ്റ്റുകൾ കയറിയിട്ട് കണ്ടമാനം ടൂറിസ്റ്റുകളാണ് വരുന്നത്. പൈസ പിരിക്കുന്നവർക്ക് ആകെ ബ്ലോക്കാണ്. ടൂർ പോണവരൊക്കെ എപ്പോഴും സീസൺ ടൈമിൽ കുറച്ച് നേരത്തെ 2 മണിക്കൂർ നേരത്തെ ഇറങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വരി നിങ്ങാണ്ട് നേരം കഴിയും. ആ കറക്റ്റ് ടൈമിൽ ആരും പോരാൻ നിൽക്കരുത്. ടൂറ് പോരുന്നവര്, മൈസൂർ ഭാഗം, ഊട്ടി ഭാഗം വരുന്നവര് എല്ലാവരും 2 മണിക്കൂർ മുന്നേ പോരണം. പോരാൻ കരുതിന്റെ 2 മണിക്കൂർ മുന്നേ പോരണം. ആകെ ബ്ലോക്കാണ്. അങ്ങനെ നമ്മള് നാടുകാണി RTOയിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. അവിടം വരെ ബ്ലോക്കാണ്. വണ്ടി തുരുതുരേന വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോണവർക്കാണ് പ്രശ്നം. എന്താ വെച്ചാൽ ആകെ കുറഞ്ഞ ടൈമേ കിട്ടുള്ളൂ. ഇവിടെ ആകെ ബ്ലോക്ക് പെട്ട് കാണ്ട് ടൂറ് പോണവർക്കൊന്നും ടൈം ഉണ്ടാവില്ല. ഏട്ടാ ഒന്നായിരിക്കുന്നതാണ്. ആകെ ബ്ലോക്കാ, മുന്നും 2 സൈഡും ഇങ്ങനെ അരിച്ചരിച്ച് പോവാണ്. ഇതില് വരണ്ട, വെറുതെ ദിവസം പോയി കിട്ടും. കുറെ നേരമായി ബ്ലോക്കായിട്ട്. ഈ നിക്കണോലൊക്കെ ഇപ്പൊ ഒന്ന് ടൂറ് പോയത് തന്നെ ഈ കാരണം. മേലൊക്കെ എത്തുമ്പോ 5 മണിയാവും. ഇപ്പൊ സമയം 11:30-12 മണി ആയിക്കണം. ആകെ ബ്ലോക്കാ. കേരള വണ്ടിക്കാരെ കൊണ്ടൊരു കന്നിമാസം. ഓട്ടോറിക്ഷയും കാറും ബൈക്കും ലോറിയിൽ മാത്രം ടൂറ് പോണില്ല. ചോറൊക്കെ കൊടുത്തോളുണ്ട്. ഇവിടുന്ന് വെയിച്ച് പോയിക്കോളെ. നല്ല ചുരത്തുമ്പോ ചോറ് ചെന്ന് ഇന്ന് ചുരം പാസാധാരണ കഴിക്കാറും. അപ്പൊ സാപ്പിയോടെ ചോദിച്ചതാണ്. സാപ്പി ഇതാക്കണോ? എല്ലാരും ചോദിച്ചിട്ടുണ്ട് സാപ്പി ഇറങ്ങിയോ? അപ്പൊ ഈ വണ്ടി നമ്മളെ കമ്പനിക്ക് വരാനുള്ള വണ്ടിയാണ്. വണ്ടി ഇവിടെ കുറെ ഉണ്ട്. ഇതൊക്കെ PK പ്രദേശിന്റെ വണ്ടികളാണ്.
ആർക്കെങ്കിലും ലോറിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി. ഇതൊക്കെ കൊടുക്കാനുള്ള വണ്ടി, ഇതൊക്കെ പോയ വണ്ടി കേട്ടോ. എല്ലാ വണ്ടി 1-2 വണ്ടികളുടെ ഉള്ളിൽ പോകാനുള്ളൂ, ബാക്കിയൊക്കെ പോയതാണ്. ഇത് നമ്മളെ സഫീക്ക് മുതലാളി എടുത്ത വണ്ടിയാണ്. ഇത് പൂമോനെ വിളിച്ചാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ലോറി ആവശ്യത്തിൻ്റെ നമ്മളായിട്ട് ബന്ധപ്പെട്ടോളി കേട്ടോ. 12 വീലുകളാണ് ഈ നിൽക്കുന്നത്. ഇതൊക്കെ കൊടുക്കാനുള്ള വണ്ടിയും കൊടുത്തതൊക്കെ ഉണ്ട് ഇതില്. ഏത് ടാങ്ക്? ഇതാണ് PK പ്രദേശ്. പാണ്ടിക്കാടാണ് ഇവരെ, നെല്ലിക്കുത്താണ് ഇവര്. പക്ഷെ പാണ്ടിക്കാട് വലിയാത്രപ്പടി എന്ന് പറയും, അവിടെയാണ് അവരെ യാർഡ് ഉള്ളത്. കുറേ വണ്ടി അവിടെ ഇവിടെ ലൈനിലുണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്റ്റിക്കർ വർക്ക് നടക്കുന്നുണ്ട്, ബ്രേക്കിനുണ്ട്. എല്ലാം PK പ്രദേശിലാണ്.